ഓണക്കോടി എടുത്തു കൊടുക്കേണ്ടത് കുടുംബക്കാർക്കാ. ഞാനും പ്രിയൻചേട്ടന്റെ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു കഴിഞ്ഞു. പ്രിയൻചേട്ടന്റെ അമ്മ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ഏട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? താഴെ മുറ്റത്തെ ഞാൻ ഊഞ്ഞാലിടാനുള്ള കയറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടൻ ഒന്ന് വേഗം വന്ന് അതൊന്ന് കെട്ടിത്താ, നമുക്ക് ഊഞ്ഞാലാടാം. എനിക്ക് വയ്യ തുളസി, എനിക്ക് നല്ല തലവേദന. നീ പോയി കേട്ടോ. ഇങ്ങനെ ശോകമായിട്ട് മാറി നിൽക്കാതൊന്ന് വായേട്ടാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്താ ഏട്ടാ? ഇതേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ? കൊള്ളാലോ, നോക്കട്ടെ. അല്ല തുളസി, ഇത് നിനക്കുള്ളതല്ല. ഇത് ഞാൻ പാറുവിന് വേണ്ടി വാങ്ങിയ സാരിയാ. അവക്ക് ഈ കളർ വലിയ ഇഷ്ടാ. ഓ, പാറുവിന് വേണ്ടിയായിരുന്നോ? നല്ല ഭംഗിയുണ്ട് ഏട്ടാ. പാറുവിന് നന്നായിട്ട് ചേരും. നിനക്ക് നാണമില്ലേ പ്രിയ? എടാ, നിന്നെ ജീവന തുല്യ സ്നേഹിക്കുന്ന ഇവളുടെ മുഖത്ത് നോക്കി ആ അഹങ്കാരിക്ക് വേണ്ടി സാരി വാങ്ങിയെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നടാ? മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോ നിന്നെ വേണ്ടെന്ന് വെച്ച് പോയതല്ലേ അവള്? എന്നിട്ടും അവളുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് നീ. അമ്മേ, അത് അമ്മയ്ക്ക് പാറുവിനെ മനസ്സിലാവാത്തതുകൊണ്ടാ. അവൾ അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും കാരണം കാണും. എന്ത് കാരണം? അതെന്താണെന്ന് ഇന്നേ വരെ അവള് നിന്നോട് പറഞ്ഞോ? പാറുവിനെ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് തുളസിയായിട്ടുള്ള നിന്റെ കല്യാണം ഞാൻ മാറ്റിവെച്ചത്. അതൊന്നും മനസ്സിൽ വെക്കാതെ ഇപ്പോഴും നിന്റെ കൂടെ ഇവള് വന്ന് നിൽക്കുന്ന കണ്ടോ? അതാണ് കുടുംബസ്നേഹം. അപ്പച്ചി പ്ലീസ്, ഏട്ടനെ കുറ്റപ്പെടുത്തല്ലേ. ഏട്ടൻ എന്നെ സ്നേഹിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ കാരണം ഏട്ടൻ സങ്കടപ്പെടാൻ പാടില്ല. പരസ്പരം സ്നേഹിക്കുന്നവർ ഒന്നിച്ചു നിൽക്കുന്നതല്ലേ അപ്പച്ചി ശരി? അപ്പച്ചി പാറുവിനെ ഇങ്ങോട്ട് വിളിക്കണം. ഈ ഓണം എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കണം. ഓണം എന്ന് പറയുന്നത് തന്നെ ഒരുമയുടെയും പുതിയ തുടക്കങ്ങളുടെയും ആഘോഷമല്ലേ? എനിക്ക് വേണ്ടി അപ്പച്ചി മുൻകൈ എടുത്ത് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. കേട്ടോ ശോഭേ, ഇതാണ് എന്റെ മോള്. സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയും മറ്റുള്ളവർ സന്തോഷമായിരിക്കണമെന്ന് കരുതുന്ന അവളുടെ ആ നല്ല മനസ്സ് നീ കണ്ടോ? ഇവള് പറഞ്ഞതാണ് ശരി. നീ പാറുവിനെ വിളിച്ച് സംസാരിക്കണം. ഞാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചില്ലെന്നാണോ ഏട്ടൻ വിചാരിക്കുന്നത്? പറ്റുന്ന എന്റെ പരമാവധി ഞാൻ അവളോട് സംസാരിച്ചു നോക്കിയതാണ്. ഇല്ലെന്ന് ഇവൻ പറയട്ടെ. ശരി, അവൾക്ക് 3 മാസത്തിനുള്ളിൽ ഇവരെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം പറയണ്ടേ? അവളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞ ഞാൻ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ കല്യാണം നീട്ടിവെക്കാനോ തയ്യാറായിരുന്നു. പക്ഷെ അവൾ അതിന് തയ്യാറാവാതെ ഇവരെ വേണ്ടെന്ന് പറഞ്ഞു പോയില്ലേ? അങ്ങനെ പോയവളെ വീണ്ടും ഇങ്ങോട്ട് വിളിക്കാൻ എന്റെ അഭിമാനം സമ്മതിക്കില്ല. നീ കാരണം ഇത്രയൊക്കെ വേദന അനുഭവിച്ചിട്ടും നിന്നെ സ്നേഹിക്കുന്ന ഇവളുടെ മനസ്സ് നീ കാണുന്നില്ലല്ലോ. നിന്റെ കല്യാണം ഈ തുളസിയായിട്ടേ നടക്കൂ. ഇതെന്റെ തീരുമാനമാ.
അമ്മച്ചി പൂർണ്ണമായിട്ടും എന്റെ വഴിയിലായി. ഇനി ഏട്ടന്റെ മനസ്സിൽ നിന്ന് പാറുവിനെ ഇറക്കി വിട്ട് അവിടെ സ്ഥാനം പിടിക്കണം. അത് കഴിഞ്ഞാ പിന്നെ പ്രിയൻ ചേട്ടൻ എന്റെ മാത്രമാവും. നീ അമ്മ പറയുന്നതും കേട്ട് വിഷമിക്കേണ്ട മോനെ. അവളുടെ ദേഷ്യം മാറുമ്പോൾ എല്ലാം ശരിയാവും. പൂവ് നോക്കിയിരുന്നാ മതി. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവരെ അകറ്റിയിരിക്കും. ഏട്ടൻ വിഷമിക്കണ്ട. അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം ശരിയാവും. ഹലോ, ഗുഡ് ഈവനിങ് സർ. ആ ഗുഡ് ഈവനിങ്. എവിടം വരെയായി ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ? അങ്ങനെ പോകുന്നു. ആ പ്രിയൻ പാർവതിയെ പുറത്തെവിടെയെങ്കിലും വെച്ചൊന്ന് കാണ്. അവൾക്ക് ഓണക്കോടി വാങ്ങിച്ചു കൊടുത്ത് നയത്തിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കേ. ഓണക്കോടിയൊക്കെ എടുത്തു സർ. പക്ഷേ അത് അവൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നുള്ള പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടു സർ. നീ എന്താ പ്രിയ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പ്രിയന്റെ അമ്മയും പാർവതിയും തമ്മിലാണ് പ്രശ്നം. അത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സ് തുറന്ന് സംസാരിച്ച തീരാവുന്നതേ ഉള്ളൂ. പാർവതി നിന്റെ വീട്ടിലേക്ക് വിളിക്ക്. അല്ലെങ്കിൽ അമ്മയും കുട്ടി ഹോസ്റ്റലിലേക്ക് പോ. അത് നടക്കില്ല സർ. അവരിപ്പോ പരസ്പരം കണ്ട മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരു അവസ്ഥയിലല്ല. പാറു എന്റെ വീട്ടിലേക്ക് വരില്ല. അതുപോലെ അമ്മ ഹോസ്റ്റലിലേക്കും പോവില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സർ. പ്രിയം വിഷമിക്കണ്ട. നാളെ എന്റെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ചെറിയൊരു ഓണാഘോഷം വെച്ചിട്ടുണ്ട്. നീയും നിന്റെ വീട്ടുകാരും ഇങ്ങോട്ട് വരണം. ഇതെന്റെ ക്ഷണമായിട്ട് കണക്കാക്കിക്കോളൂ. അതുകൊണ്ട് എന്താ സർ കാര്യം? ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേക്ക് പ്രിയൻ. നാളത്തെ ഓണാഘോഷത്തിന് ഞാൻ പാർവതിയും കൂട്ടുകാരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. എന്റെ ക്ഷണം പാർവതിക്ക് നിരസിക്കാൻ കഴിയില്ല. നിന്റെ വീടുമല്ല, അവളുടെ ഹോസ്റ്റലും അല്ല. ഇതൊരു മൂന്നാമത്തെ സ്ഥലമല്ലേ. പാർവതി വരുന്നത് പ്രിയന്റെ അമ്മയെയും, അമ്മ വരുന്നത് പാർവതി അറിയിക്കണ്ട. ഇവിടെ എത്തിക്കഴിഞ്ഞ അവർക്ക് എന്തായാലും പരസ്പരം കണ്ട് സംസാരിക്കേണ്ടി വരും. എന്നോടും ഡാഡിയോടുള്ള ബഹുമാനം കാരണം ഇവിടെ വെച്ച് അമ്മയും പാർവതിയും എന്തായാലും വഴക്ക് കൂടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും നാളെ ഇവിടെ വെച്ച് തീരും. പ്രിയൻ ധൈര്യമായിട്ടിരിക്കെ. ഞങ്ങൾ എന്തായാലും വരും സർ. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊന്നും വേണ്ട. പ്രിയൻ പോയി വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിക്ക്. അമ്മ സമ്മതിച്ചില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ നേരിട്ട് വന്ന് ക്ഷണിക്കാം. അതൊന്നും വേണ്ട സർ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്നാ ശരി. സീ ടുമോറോ.